ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ഏകചക്രവാസവും ബഗ നിഗ്രഹവും. ജടയും വൽക്കലവും ധരിച്ചു പാണ്ഡവന്മാരടവികളും പല നദിയും ഗിരികളും കടന്നു പോന്നങ്ങേകചക്രയാം ഗ്രാമം ബുക്ക നടന്നാരവിടെയും ഭിക്ഷയേറ്റൊട്ടുകാലം. പുത്രനും ഭക്തിദാനും പുത്രഭാര്യയും കൂടിയിട്ടെത്രയും ദുഃഖിക്കുന്ന വിപ്രന്റെ ഗൃഹം തന്നിൽ കുന്തിയും ചെന്നു കേട്ടാൽ എന്തിനു ശോകമെന്നു സന്താപത്തിന്റെ മൂലം ബ്രാഹ്മണനറിയിച്ചാൻ. ബഗനെന്നൊരു നിശാചരനുണ്ട്, അവൻ വന്നു സകല ജനത്തെയും ഭക്ഷിപ്പാനൊരുമ്പെട്ടാൻ. അതിനാൽ ഗ്രാമത്തിങ്കലുള്ളൊരു ജനങ്ങളെല്ലാം അധികം ദുഃഖം പൂണ്ടു സമയം ചെയ്തു മുന്നം. ഒരു നാൾ തന്നെയൊക്കെ മുടിച്ചു കളയേണ്ട, പെരുകെ നാളേക്കുള്ള പൊറുതിയുണ്ടാക്കിയിടാം. ഓരോരോ ദിനം ഞങ്ങൾ നീ വാഴും വനം തന്നിൽ ഓരോരോ പുരുഷന്മാരങ്ങു വന്നിടാമല്ലോ എന്നതു കേട്ടു ബഗൻ അന്നേരം ഉര ചെയ്താൻ. അന്നവും വേണമെനിക്കായിരം നാഴിയരി വെച്ചൊരു 100 കുടം നൽകേണം. രസാളവും പച്ചമാംസവും വേണം ഈ 2 പോത്തു നിത്യം. മൃഷ്ടമായുണ്ണാനിതു കൊണ്ടുവന്നൊരു പുമാൻ മുട്ടാതെ നൽകി നാം തന്നിടുകിൽ മതിയെന്നറിഞ്ഞാലും. എങ്കിലങ്ങനെയാമെന്ന് അവനോടുര ചെയ്തു സങ്കടത്തോടു ഞങ്ങൾ എങ്ങനെ ചെയ്തു ന്യായം. ഇന്നലെയോളം യുദ്ധം ചെയ്തിരു മുട്ടാതെ കണ്ടിന്നിനി ഇവിടെ നിന്നൊരുവൻ പോയിടണം. ഭക്തവും രസാളവും പൂത്തുമുണ്ടായതിനി പുത്രനെ അയക്കെന്നതോർത്തേറ്റം ദുഃഖം താനും. ഞാൻ പോയാൽ ഇവർക്കുമില്ലാശ്രയമേതും മനക്കാമ്പിലുള്ള അടലെന്തു ചൊൽവതു ദൈവമല്ലോ. പോകാഞ്ഞാൽ ഞാൻ മൂലമായി ഗ്രാമവും മുടിഞ്ഞിടും. വേകുന്നു ചിത്തം ഇവയോർത്തെനിക്കയ്യോ പാവം. ഭൂദേവൻ പറഞ്ഞതു കേട്ടു കുന്തിയും അപ്പോൾ ആതുരയായാളല്ലോ. കാരുണ്യമേറുകയാൽ പ്രാണികൾ വിഷയമായോരനുകമ്പ കൊണ്ടും കേണുകേണവരിയ്ക്കുന്നത് കണ്ടും കുന്തി ചേതസി വിചാരിച്ചു ഭൂസുരനോടു ചൊന്നാൾ. ഖേദിക്ക വേണ്ട, ഞാനീ സങ്കടം തീർപ്പനല്ലോ. പുത്രനായി ഒരുവനെയുള്ളിതു ഭവാനിപ്പോൾ. പുത്രന്മാർ 5 പേരുണ്ടെനിക്കെന്നറിഞ്ഞാലും ഇന്നു ഞാനൊരുത്തനെ നിങ്ങൾക്കു ദുഃഖം തീർപ്പാൻ തന്നിടുന്നതുമുണ്ടു നിർണയം. കരയേണ്ട, നന്നാകമേലിൽ നിനക്കെന്നൊഴിഞ്ഞെനിക്കൊന്നു തന്നിടുവതിനില്ലെന്നുര ചെയ്തിരു വിപ്രൻ. ബഗന്റെ വൃത്താന്തങ്ങൾ അറിഞ്ഞു കുന്തിദേവി മകന്റെ കയ്യാലതു തീർപ്പാനായി നിരൂപിച്ചാൾ. ഭീമസേനനെ വിളിച്ചുര ചെയ്തതു കുന്തി. ഭീമനാം നിശാചരൻ തന്നെ നീ കൊൽക വേണം. ഭൂമി പാലകപുരധർമ്മമാകുന്നതെല്ലാം ഭൂമി ദേവന്മാരെ പാലിക്കേണമെന്നതല്ലോ. ഗ്രാമത്തെ കൂടെ പരിപാലിച്ചാൽ നമുക്കിനി കാമത്തെ സാധിച്ചിടാം, ഇല്ല സംശയമേതും. ഭീമനുമെങ്കിൽ ചോറും കറിയും തരികെന്നാൻ ആമോദത്തോടു കൊടുത്തിടിനാൻ ഭൂദേവനും. കൗന്ദേയനതുകൊണ്ടു കാന്താരമകം ബുക്കു താൻ തന്നെ ഭുജിക്കുന്ന നേരത്തു നിശാചരൻ ക്രുദ്ധനായി അണഞ്ഞതു കണ്ടു മാരുതിതാനും ബദ്ധകോപത്തോടൂണും കഴിച്ചു പുറപ്പെട്ടു. ഘോരമായി പൊരുത പോരെങ്ങനെ പറയുന്നു മാരുതി. ബഗൻ തന്നെ കൊന്നാനെന്നറിഞ്ഞാലും. അങ്ങനെ 4-5 നാളവിടെ ഇരിക്കുമ്പോൾ എങ്ങാനും പോന്നു വന്നാൻ നല്ലൊരു വഴിപോക്കൻ. ആരണൻ അത്താഴമുണ്ടവിടെ കിടന്ന പോതോരോരോ വിശേഷങ്ങൾ ചോദിച്ചു പാണ്ഡവന്മാർ. എവിടെ നിന്നു വന്നു താനിനി പോകുന്നതും എവിടേക്കെന്നു പറഞ്ഞിടേണമെന്നു കേട്ടു. പാഞ്ചാലപുരത്തിങ്കലുണ്ടുപോൽ സ്വയംവരം വാഞ്ചിതമായതെല്ലാം കിട്ടുമ്പോൾ നമുക്കെല്ലാം ആർക്കു പെണ്ണിനെ കൊടുക്കുന്നതെന്നുണ്ടോ കേട്ടു. ചേൽക്കണ്ണാൾ കണ്ടാലൊട്ടു നന്നോ കേളിയോ സഖേ എന്നതു കേട്ടു ചൊന്നാൻ. അന്നേരം വഴിപോക്കൻ ഇന്നവർക്കെന്നു ദൈവമെന്നിയേ അറിഞ്ഞില്ല. പാർത്ഥനു കൊടുപ്പാനായി കൽപ്പിച്ചു
നൃപവരനാസ്തയാ കർമ്മം ചെയ്തിട്ടുണ്ടായ നാരിയല്ലോ. ധാർത്തരാഷ്ട്രന്മാരെ അരക്കില്ലത്തിലിട്ടു ചുട്ടുപാർത്ഥന്മാർ വെന്തുപോയാരെന്നതോ കേട്ടുവല്ലോ. ദ്രോണരെ കൊൽവാനായിട്ടുണ്ടായി ദൃഷ്ടദ്യുമ്നൻ കാണാമെന്നതേ വേണ്ടു കേവലം മധുമിനി. പഞ്ചബാണവും വില്ലുമുണ്ടുപോലുണ്ടാക്കിയിട്ടു പഞ്ചവർണ്ണത്തിലൊരു കൃത്രിമക്കിളിയെയും തിരിഞ്ഞു തിരിഞ്ഞു നിന്നീടിന യന്ത്രത്തിന്മേലിരുന്നീടിന കിളി തന്നുടെ കഴുത്തിങ്കൽ വില്ലതു കുല ചെയ്തു മുറിക്കിൽ അവൻ തന്നെ വല്ലഭനാകുന്നതു കന്യകയ്ക്കെന്നു കേട്ടു. ഭൂമിയിലുള്ള മന്നോരൊക്കവേ പോയിട്ടുണ്ടു, ഭൂമി ദേവേന്ദ്രന്മാരു മറ്റമില്ലാതെയുണ്ടു. ആനതേർ കുതിരകാലാളായ പടയുമുണ്ടാനകപ്പടകാതിവാദ്യഘോഷവുമുണ്ട്. സാനന്ദ ബഹുരസ ഭോജനം അതുമുണ്ട്. മാനസത്തിങ്കൽ നിരൂപിച്ചവയൊക്കെ കിട്ടും. മല്ലാക്ഷി തന്നെയും കാണേണ്ടുകയുണ്ടു പോലെന്നെല്ലാരും ചൊല്ലുന്നിതുമെന്തിനു നമുക്കതു കല്യാണം കാണവേണം പോരുവിൻ. പക്ഷേ നിങ്ങളില്ലൊരു കാഴ്ചയെങ്ങും ഇങ്ങനെയെന്നു വരും. ആരണരായി മേവീടും പാണ്ഡവരത് കേട്ടു കാരണമറിഞ്ഞ് സന്തോഷിച്ചു പുറപ്പെട്ടാർ. വന്നിതു വേദവ്യാസൻ നേരം അവിടേക്കു നന്നിത് തോന്നിയത് ചെന്നാലും മടിയാതെ. നല്ലതേ വന്നുകൂടു പാഞ്ചാലി തന്നെ നിങ്ങളെല്ലാരും കൂടി വേട്ടുകൊള്ളുവിനെന്നേ വേണ്ടു. പണ്ടൊരു തപോധനൻ തന്നുടെ പുത്രി തനിക്കുണ്ടായിലൊരു ഭർത്താവ് വന്നവൾ മഹേശനെ സേവിച്ചു. മഹേശനും പ്രത്യക്ഷനായി ചൊന്നാൻ താവകം അഭിമതമെന്തു ചൊല്ലുക ബാലേ, എന്തൊരു വരം വേണ്ടതെന്നു കേട്ടവളപ്പോൾ സന്തോഷം പൂണ്ടു ചൊന്നാൾ സംഭ്രമത്തോടുമേവം. ഭർത്താരം ദേഹിയെന്നത് അഞ്ചുരു ചൊന്ന മൂലം ഭർത്താക്കന്മാരും നിനക്കഞ്ചു പേരുണ്ടാകെന്നാൻ. യജ്ഞസേനന്റെ മകളായി പിറന്നിതുമവൾ വിജ്ഞാനജ്ഞാനപതിയാകയുമുണ്ടു പാരം. ഇത്തരം പല പല കഥകൾ അരുൾ ചെയ്തു ചിത്തതാപവും തീർത്തു പോവാനായി നിയോഗിച്ചാൻ. ആശീർവാദവും ചെയ്തു മറഞ്ഞു മുനിതാനും ആശു പാണ്ഡവന്മാരും മാതാവും നടകൊണ്ടാർ. ബ്രാഹ്മണരതു നേരം ചോദിച്ചാരവരോടു, ധാർമ്മികന്മാരെ നിങ്ങളെവിടെ നിന്നു വന്നു? ഏകചക്രയിൽ നിന്നു വരുന്നു ഞങ്ങളിപ്പോൾ, പോകുന്നു പാഞ്ചാലമാം വിഷയം കാൺമാനല്ലോ. ഞങ്ങളോ സോദരന്മാർ മാതൃജാരികൾ താനും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം. പക്ഷേ നിങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾ പോകുന്നിതവിടേക്കു. ഞങ്ങൾക്കു നിങ്ങൾ തുണ, നിങ്ങൾക്കും തുണ ഞങ്ങൾ. ഇങ്ങനെ പറഞ്ഞവർ ഭൂദേവന്മാരുമായി മംഗലചിത്തന്മാരാം ധർമ്മപുത്രാദികളാം ചന്ദ്രവംശോദ്ഭവന്മാർ ഗംഗാതീരത്തു ചെന്നാർ. ചന്ദ്രനും അസ്തമിച്ചു രാത്രിയും പാതിചെന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.